ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് രീതിയിൽ ചക്ക റെഡിയാക്കുന്നുണ്ട്. ഒന്ന് കുരു വെച്ചിട്ടും അതുപോലെ ചക്ക ഇതുപോലെ വറുത്തിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പീസാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി ഗീ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ബദാം, അതുപോലെ അണ്ടിപ്പരിപ്പ്, അതുപോലെ കറുത്ത മുന്തിരി കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗീയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചക്കയാണ്. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പഴുത്ത ചക്ക തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ ചക്കൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങളിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഇവിടെ എൻ്റെ ചക്ക കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കേട്ടോ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ തേങ്ങയും ചക്കയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ 2 മിനിറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ചക്ക നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ ഒരു ചക്കേൻ്റെ ഫ്ലേവർ, അതുപോലെ ഏലക്കയും ജീരകത്തിൻ്റെ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഫ്ലേവർ, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പം നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അടുത്തത് റെഡിയാക്കുന്നത് വെച്ചാൽ ചക്കക്കുരു കൊണ്ടുള്ള ഒരു ലഡുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 35 ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലെ പീസാക്കിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് വെല്ലം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 500 ഗ്രാം വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം.
അപ്പോൾ ഇവിടെ ഇതാ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അരമുറി തേങ്ങയാണ് കേട്ടോ. ഇനി ഇത് ഈ ഒരു ഗീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പീനട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ടും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങ ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. അത് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു ചക്കക്കുരുവിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് ലഡു ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ചക്ക കൊണ്ട് 2 റെസിപ്പീസാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്